സ്ട്രൈക്ക് കൊടുക്കുക, സ്ട്രൈക്ക് കിട്ടുക, അതൊക്കെ യൂട്യൂബ് ചാനൽസ് നടത്തുന്ന ആളുകൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അത്ര വലിയ അയ്യോ എനിക്ക് സ്ട്രൈക്ക് കിട്ടി, അയാൾ എനിക്ക് സ്ട്രൈക്ക് തന്നു, അതിലൊന്നും വലിയ തെറ്റ് പറയാനില്ല. കാരണം ഒരാളുടെ കോണ്ടന്റ് നമ്മൾ അടിച്ചു മാറ്റുകയോ അങ്ങനെ പല പല ഗൈഡ് ലൈൻസ് വഴിയായിട്ട് നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം, ഒരാളുടെ ചാനൽ പൊട്ടിക്കാം. അതൊന്നും അസാധാരണമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സൈ എന്ന് പറയുന്ന വ്യക്തി ഒരു ചാനലിന് സ്ട്രൈക്ക് കൊടുത്തപ്പോ 4 വർത്തമാനം പറയണമെന്ന് എനിക്ക് തോന്നാൻ കാരണം? അത് പറയാം. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമന്റ്സ്, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്ക്. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ സൈ എന്ന് പറയുന്ന വ്യക്തി പല വീഡിയോസിൽ പലവട്ടം ഒന്നും പറഞ്ഞിട്ടുണ്ട്, സ്ട്രൈക്കോ ഞാനോ അയ്യോ അതൊന്നും ഞാൻ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും, അതായത് അവൻ പല ആളുകളുടെ കണ്ടന്റ് എന്നും എടുത്തുകൊണ്ട് വെച്ച് പല ആളുകളെ വിമർശിച്ച് തന്നെയാണ് അവനും കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരു എത്തിക്സ് ഇല്ല എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, സൈ പലവട്ടം വന്ന് പല വീഡിയോസിൽ സ്ട്രൈക്ക് കൊടുക്കില്ല, എനിക്കെതിരെ ട്രോള് ചെയ്യുന്ന ആളുകള്, എന്നെയൊക്കെ കൊണ്ടിട്ട് വിഷയമാക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കും, എസ്പെഷ്യലി ട്രോൾ വീഡിയോസ് ഒക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യും. ഇങ്ങനെയൊക്കെ അവൻ പലവട്ടം തള്ളിമറിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ തള്ളിമറക്കൽ തന്നെയായിരുന്നു എപ്പോഴും. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞ് ഇവന്റെ റിയൽ ഫേസ് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇവന് അത്യാവശ്യം നല്ലത് എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്. കമന്റ് ബോക്സ് ഫുൾ തെറിവിളി. ഇപ്പൊ അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഫിൽട്ടർ ഒക്കെ ചെയ്തിട്ടാണ് കമന്റ്സുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്ത് തേങ്ങെങ്കിലും കാണിച്ച് മുന്നോട്ട് പോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല വ്യൂസിൽ നല്ല ഇടിവുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എല്ലാ സൈഡിൽ നിന്നും ഇഷ്ടംപോലെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇനിയും ഇപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേട്ടതനുസരിച്ചാണ് ഒരു ട്രോൾ വീഡിയോസ് ഇടുന്ന ഒരു ചാനലിന് അടിക്കടി സ്ട്രൈക്ക് കൊടുത്തോണ്ടേ ഇരിക്കുവാണ്. കാരണം ആ ചാനൽ പൂട്ടിക്കണം, ഇനി അവനെ കുറിച്ച് ട്രോൾ ഇടരുത്. അതാണല്ലോ നമ്മൾ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ ഒരു മെയിൻ റീസൺ. അപ്പൊ ഈ സ്ട്രൈക്ക് കിട്ടിയ വ്യക്തിയാണെങ്കിലും ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം ഇവൻ വലിയൊരു പ്രസ്ഥാനമാണ്, അംബാനിയേക്കാളും മുകളിലാണ് ഇവൻ. അതിന്റെ പേരില് ഇവന്റെ ചാനലൊക്കെ നടത്തിക്കൊണ്ട് ഇവന്റെ ചാനലിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന വേറൊരു ടീമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവൻ എത്രയും ബിസി ആയ ഒരു പേഴ്സൺ ആണ്. കാരണം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും എടുത്ത് അതിനെ ഡിസ്കസ് ചെയ്ത് അതെങ്ങനെയൊക്കെ കൊളവാക്കാവോ അതുപോലെ വീഡിയോസ് ചെയ്ത് അത്രയും തിരക്ക് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവന് സമയം കിട്ടില്ല. നമ്മൾ പറയാറുണ്ട് പലവട്ടം, ഈ ആകാശത്തിലൂടെ പോണ കിളിക്കൊക്കെ നിക്കറിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ വീഡിയോ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഇവന്റെ സബ്ജക്റ്റ് മെയിൻ ആയിട്ട് വരാറ്. അപ്പൊ അത്രയും തിരക്കായ ഒരു പേഴ്സൺ ആയതിന്റെ പേരിൽ ഇവന് ഒരിക്കലും ഇവന്റെ ചാനലില് ആരെങ്കിലും മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ ഇവൻ ഉണ്ടല്ലോ അവന്റെ അക്കൗണ്ടില് മാസം വരുന്ന യൂട്യൂബ് വരുമാനം പോലും ഇവന് നോക്കാൻ സമയമില്ല. കാരണം അത്രയ്ക്കും രൂക്ഷമായി കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് അതിന് പ്രതിവിധി നേടി കേരളം ഇതുപോലെ മുന്നോട്ട് പോകാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെക്കാളും തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി. അതിന്റെ പേരിൽ ഇവന്റെ ചാനലിൽ നിന്ന്, ഇവന്റെ ഇമെയിൽ ഐഡിയിൽ നിന്ന് ഒരു സ്ട്രൈക്ക് മറ്റൊരു ചാനലിന് പോയത് ഇവൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അവന് കുറ്റം പറയാൻ പറ്റുമോ? അവനറിയാതെ ആരോ ഒരാള് അവന്റെ ചാനലിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നു. ഇവൻ ആരോടത് പറയുന്നേ? ഇവൻ ഇത് ആരോടാണ് പറയുന്നത്? ഇവൻ എന്താ പുറത്ത് ബിഗ് ബോസ് കളിക്കുകയാണോ? അല്ലെങ്കിൽ നമുക്കറിയാം പൊട്ടം കളിക്കുകയാണോ ഇവൻ? ഒരു വ്യക്തിക്ക് സ്ട്രൈക്ക് കൊടുത്ത് അയാളുടെ ചാനൽ പൂട്ടിക്കാൻ തുരുതുരാ സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ട് പറയുവാണ് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ സ്ട്രൈക്ക് കൊടുത്തു, ആ വ്യക്തി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞത് എനിക്കെതിരെ പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല, പക്ഷെ എന്റെ ഫാമിലിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവന്റെ ഫാമിലിനെ പറയാൻ പോകുന്നത്? ഓഫ് കോഴ്സ് ഇവന്റെ വൈഫിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായി പോയ സമയത്ത് ആ ചാനലില് സായി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പും ബിഗ് ബോസ് കഴിഞ്ഞു വന്നിട്ടും ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും വീഡിയോ ഇട്ട പേഴ്സൺ ആണ് ഈ വ്യക്തിയുടെ വൈഫ്. പിന്നെ വിമർശിക്കുന്നതിന് എന്താ കുഴപ്പം? പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം, ഇല്ലേ? അപ്പൊ പിന്നെ അതിലെ ഒരു വ്യക്തി ട്രോൾ ഇട്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഈ ട്രോൾ ഇട്ട ഈ പേഴ്സണെ പറഞ്ഞിട്ടുണ്ടോ. എനിക്ക് ഒരു ചെറിയ ഭാഗത്തെങ്ങാണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
ഇത്രയും വിഷമുള്ള ആളുകളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പല വിമർശനങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അങ്ങനെ വിമർശനങ്ങളൊന്നും കേൾക്കണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയെ നമ്മൾ കുലസ്ത്രീ ആയിട്ട് നമ്മുടെ വീടിനുള്ളിൽ മാത്രം പ്രതിഷ്ഠിക്കണം. അല്ലാതെ എന്റെ ചാനലിൽ കയറി നീ വീഡിയോ ഇട്ടോ, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് പറയുമ്പോൾ പിന്നെ നാട്ടുകാരും ഉണ്ടാതിരിക്കോ? നിങ്ങളെ പോലെ തന്നെ ചാനൽ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളാണ് മറ്റുള്ള ആളുകൾ. അത് കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെ മറ്റുള്ളവർ പറയും. ആരെ വേണമെങ്കിലും എനിക്ക് എടുത്തിട്ട് അലക്കാം, ഉടുക്കാം, പക്ഷെ എന്നെ ആരും എനിക്കെതിരെ ആരും വരരുത് വന്ന ആ ഒരു പരിപാടി. ഇപ്പൊ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇവന് നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുവാണ്. എല്ലാ സൈഡിൽ നിന്നും ആളുകൾ നന്നായിട്ട് അലക്കുന്നുണ്ട്. അപ്പൊ അണ്ണന് നല്ല വിഷമം വരുന്നുണ്ട്. എന്റെ പൊന്നു അണ്ണ, ഇത് തന്നെയാണ് ഒരു വ്യക്തി തന്നെ കുറിച്ച് ഒരു ചെറിയ നെഗറ്റീവ് ഒരു വീഡിയോയിൽ പറഞ്ഞ അവരുടെ വീഡിയോ തേടി പിടിച്ച് അവർക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്, അണ്ണന്റെ പേര് പറഞ്ഞ് ഇപ്പൊ റീച്ച് കിട്ടേണ്ട ഗതികേട് എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഒരു യൂട്യൂബേഴ്സിനും വന്നിട്ടില്ല. കാരണം അണ്ണൻ തന്നെ എങ്ങനെങ്കിലും ഒക്കെ അണ്ണന്റെ വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആക്കി, അല്ലെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന ഈ ഉടായ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയായിട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ അണ്ണന് മേ ബി പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. അപ്പോഴും ഞാൻ പറയുന്നു, കേരളത്തിലെ എല്ലാ ജനങ്ങളും മേ ബി വളരെ ചുരുക്കം ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഉണ്ടായിരിക്കും. പക്ഷെ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും തന്റെ ഉടായ്പ് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ മുമ്പ് വിചാരിച്ച പോലെ ഞാൻ വലിയൊരു പ്രസ്ഥാനമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആ എവറസ്റ്റിന്റെ മുകളിലാന്നുള്ള ആ ഭാവമൊക്കെ ഒന്ന് കുറച്ച് താഴ്ത്തിക്ക് വന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. സ്ട്രൈക്ക് കൊടുക്കുന്നതിനെ ഒന്നും ഞാൻ എതിർത്തു പറയുന്നില്ല. പക്ഷെ ചില സാധനങ്ങളുണ്ട് ഒരു കാരണമില്ലാതെ ചില ചാനൽസിന് സ്ട്രൈക്ക് കൊടുക്കും. കാരണം അവരുടെ അതായത് അവർക്ക് ഇനി ഒന്നും പ്രതികരിക്കാനില്ല, അവർക്ക് ഒന്നും അവർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ പറ്റാത്ത സമയത്ത് ആളുകളുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടി ചില ഭീരുക്കള് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി മാത്രമുള്ള ആളുകളാണ് സ്ട്രൈക്ക് കൊടുക്കുക എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു റീസൺ വേണം. എപ്പോഴും ചാനലിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവൻ. എന്നിട്ട് ഇവൻ മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നു. അതിൽ എന്ത് മാന്യതയാണുള്ളത്, എന്ത് അന്തസ്സാണുള്ളത്? അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 10 വിഷയങ്ങളും മറ്റുള്ളവരുടെ വീഡിയോ അപ്പാടെ കൊണ്ടുവന്ന് അവന്റെ വീഡിയോയിൽ പകുതിയേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ വീഡിയോസ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഇവനൊക്കെ ഒരു വ്യക്തിക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ ഇവനൊന്നും നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സ്ട്രൈക്ക് കൊടുത്ത പേഴ്സണ് ഇവൻ ആ സ്ട്രൈക്ക് മാറ്റിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇനിയിപ്പോ എത്ര മാറ്റി കൊടുത്താലും ഇപ്പൊ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു ചാനൽ ആണെന്നുണ്ടെങ്കിൽ 2 സ്ട്രൈക്ക് കിട്ടി, ആ സ്ട്രൈക്ക് റിമൂവ് ആയാലും ഇഷ്ടം പോലെ ഇനി അയാളുടെ ഒരു വീഡിയോ റീച്ച് കിട്ടി അയാളുടെ ചാനൽ ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്ന് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് അയാളുടെ ചാനലിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇപ്പൊ നീ വലിയൊരു ഔദാര്യം ചെയ്യുന്നത് പോലെ ഞാൻ സ്ട്രൈക്ക് മാറ്റിക്കൊടുക്കാം. വളരെ നല്ല കാര്യം. കാരണം ഇനി ആ കൊച്ച് എത്ര നാള് പിടിക്കുന്ന അറിയത്തില്ല ആ ചാനൽ പഴയ പൊടി വരാനായിട്ട്. കാരണം സ്ട്രൈക്ക് കിട്ടി, അതിന്റെ എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കും ഇതുപോലെ ഒരാവശ്യമില്ലാത്ത ഒരു സ്ട്രൈക്ക് 1 അല്ല 2 കിട്ടിയായിരുന്നു. വീണ്ടും പാളിപ്പോയി തന്നെ പറയാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷെ ആ സ്ട്രൈക്ക് വന്നതിന്റെ പേരിൽ എന്റെ ചാനലിൽ കുറെ പ്രോബ്ലംസ് വന്നായിരുന്നു. ചാനൽ വീണ്ടും ഫ്രണ്ടിലോട്ട് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്താണ് നമുക്കത് കിട്ടുന്നത്. പിന്നീട് കുറെ നാള് ഇപ്പോഴും നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്കുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ ഇവനെ പോലെ കുറെ വിഡ്ഢി കുശ്മാട്ടങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന കുറെ എണ്ണുണ്ട്. കുറെ ആളുകൾക്ക് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് മനുഷ്യനായി മാറിയ നമ്മുടെ സീക്രട്ട് ഏജന്റിന് ഇപ്പൊ കിട്ടുന്ന ഓരോ അടികളും. അണ്ണൻ പല സ്ട്രാറ്റജി ഇട്ട് നോക്കി. അതായത് ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് വീഡിയോ ചെയ്യും. ഇപ്പൊ സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോ ആളുകൾക്ക് ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഷോയാ. സത്യം പറഞ്ഞാൽ ഇവന്റെ പേര് പോലും പറയാൻ നമ്മൾ ആളുകൾ പറയപ്പോ വാഴസായി കണ്ണാപ്പി നമ്മളിങ്ങനെയൊന്നും പറഞ്ഞ് ഒരാളുടെ പേര് നമ്മൾ പറയാതിരിക്കണ എങ്ങനെയാണ്? അതുപോലെയല്ലേ കാണിച്ചു കൂട്ടുന്നത്. എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് വീണ്ടും അവിടെ കിടന്ന് ഈ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് വീണ്ടും ന്യായീകരിക്കണ കേൾക്കുമ്പോഴാണ് 4 വർത്താനം പറയാൻ തുടങ്ങാം. സ്ട്രൈക്ക് കൊടുത്ത് അവന്റെ ചാനൽ പൂട്ടിട്ടെ അങ്ങനെ ആഹ്വാനം ചെയ്തിട്ട് ഇവൻ പറയുവാണ് അതിന്റെ പുറകിൽ ചെയ്തേക്കുന്നത് ഇവന്റെ ഒരു
ടീമാണെന്ന്. അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രസ്ഥാന, വലിയൊരു സെലിബ്രിറ്റിയാണ്. നമ്മൾ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയ്ക്കും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞോ, തെണ്ടിത്തരം മാത്രം ചെയ്യത്തുള്ളൂ. ഉഡായിപ്പിന്റെ ഉസ്താദാണ്. ഒരു ന്യായത്തിന്റെ കൂടി ഇവൻ നിൽക്കാറില്ല. ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ആരെങ്കിലും ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, അവരെന്ത് കാണിച്ചാലും ഇവൻ അതിനകത്ത് ഒരു തെറ്റും പറയത്തില്ല. അവരെ കുറിച്ച് ചിലപ്പോൾ വീഡിയോ പോലും ചെയ്യില്ല. മേ ബി അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യും. അത് എത്ര വല്ല നാറുകളാണെങ്കിലും ഇവൻ സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് ബാക്കി കേരളത്തിലുള്ള എല്ലാ ആളുകളെയും പെട്ടെന്ന് സബ്ജക്റ്റ് ഉണ്ടാക്കും. ഇനി സബ്ജക്റ്റ് ഇല്ലെങ്കിൽ പോയി കുത്തിത്തിരിക്ക് സബ്ജക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വീഡിയോ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പൊ ആളുകൾ ഒന്നും മനസ്സിലാക്കുക, ഇവനെ പോലെയുള്ള ആളുകളുടെ പിന്നാമ്പുറ കളികള് ഇതൊക്കെയാണ് ചെയ്തിട്ടാണ് ഇവൻ ഓരോ ദിവസവും ഈ ഫുഡ് അടിച്ച് പോകുന്നത്. കുറേ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഓരോ അടികൾ തിരിച്ചു കിട്ടുന്നത്. എന്നിട്ട് വീണ്ടും അതേ പരിപാടി തന്നെ ഇഷ്ടം പോലെ കമന്റ് വഴി ആൾക്കാർ കൊടുത്തു. ഇപ്പൊ അവൻ എന്ത് ചെയ്യണം, സ്ട്രൈക്ക് കൊടുത്ത് ആരെങ്കിലും ഇവനെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇവൻ ചെയ്ത തെണ്ടിത്തരങ്ങളെ വിളിച്ചു പറഞ്ഞ് അതിനെതിരെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ സ്ട്രൈക്ക് കൊടുക്കാണ്. അപ്പോ കണ്ണാപ്പിയുടെ സ്ട്രൈക്ക് എല്ലാവരും വെയിറ്റിംഗ് അല്ലേ? അപ്പൊ ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ നിങ്ങളുടെ കമന്റ്സ് ഇതിനെക്കുറിച്ചുള്ളത് കൃത്യമായി അങ്ങോട്ട് രേഖപ്പെടുത്ത്. കണ്ണാപ്പി കാണാതിരിക്കുക, ഡസന്റ് മാറ്റർ. അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.